പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു, പ്രതീക്ഷകൾ മങ്ങി, വഴിയടഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊരു തടസ്സമല്ല. ബൈബിളിലെ ശക്തമായൊരു വാക്യം, റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുന്നില്ല എന്നറിയുക. മറിച്ച് ദൈവത്തിന് അവയെ നന്മയാക്കി മാറ്റുവാൻ കഴിയും. ഉദാഹരണത്തിന് ജോസഫിൻ്റെ ജീവിതം ഓർക്കുക. തൻ്റെ സഹോദരന്മാർ അവനെ അടിമയായി വിറ്റു. അവൻ വർഷങ്ങളോളം തടവറയിൽ കിടന്നു. എന്നാൽ ഈ കഷ്ടപ്പാടുകളിലൂടെയാണ് ദൈവം അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ജോസഫ് പിന്നീട് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ വാക്ക്, നിങ്ങൾ എൻ്റെ നേരെ തിന്മ വിചാരിച്ചു, എങ്കിലും ദൈവം അതിനെ നന്മയ്ക്കായി മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഈ സത്യം മുറുകെ പിടിക്കുക, ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ വേദനകളെയും കഷ്ടപ്പാടുകളെയും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാക്കി മാറ്റുവാൻ അവിടുന്ന് ശക്തനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്ക് അതീതമാണെന്ന് ഈ പകൽ തിരിച്ചറിയുക. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ.